നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ട് തുടക്കത്തിലൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും കിലിയൻ എംബാപ്പെ ഇപ്പം വീണ്ടും ഫോമിലാണ്. ഇന്നലെയും അദ്ദേഹം റയലിനായിട്ട് ഗോൾ അടിച്ചു. RB സാൽസ്ബർഗിനെതിരെ 5-1 വിജയം അവർ സ്വന്തമാക്കുമ്പോൾ ഒരു ഗോൾ കിലിയൻ എംബാപ്പയുടെ വകയായിരുന്നു. ആ ഗോളോടുകൂടി അദ്ദേഹം സാക്ഷാൽ തിയറി ഹെൻറിയെ മറികടന്നിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ ഫ്രഞ്ച് താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഇപ്പോൾ തിയറി ഹെൻറിക്ക് മുകളിലാണ് കിലിയൻ എംബാപ്പയുടെ സ്ഥാനം. അദ്ദേഹത്തിന് മുകളിൽ ഇനി ഒരാൾ മാത്രമേ ഫ്രാൻസിൽ നിന്നുള്ളൂ, അത് കരീം ബെൻസിമയാണ്. സോ അവരുടെ കരിയർ ഗോളുകളുടെ കണക്ക് നോക്കിയാൽ കരീം ബെൻസിമ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 90 ഗോളുകളുമായിട്ട് ഫ്രാൻസിൽ നിന്ന് ഒന്നാമതാണ്. രണ്ടാമത് കിലിയൻ എംബാപ്പെ, അദ്ദേഹം 51 ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. മൂന്നാമതാണിപ്പോൾ തിയറി ഹെൻറി ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 141 ഗോളുകൾ. രണ്ടാമത് ലിയോ മെസ്സി 129, മൂന്നാമത് ലെവൻഡോസ്കി 103, 4 കരീം ബെൻസിമ 90. അപ്പം ചോദ്യം ഇതാണ്, ചെറിയ പ്രായമാണ് കിലിയൻ എംബാപ്പയ്ക്കുള്ളത്. അദ്ദേഹം ഇപ്പോഴേ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയവരുടെ ലിസ്റ്റിൽ തലപ്പത്തുണ്ട്. അദ്ദേഹത്തിന് മുന്നോട്ട് പോയി മെസ്സിയെയും ക്രിസ്ത്യാനോയും ഒക്കെ മറികടക്കാനാവുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.